ഹരേ കൃഷ്ണ. ആദ്യം പറഞ്ഞിട്ടുള്ള ആ 5 അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന് പരമപുരുഷൻ, അതായത് ശ്രീകൃഷ്ണ ഭഗവാൻ, ബ്രഹ്മം, പരമനിയന്താവ്, പരമാത്മാവ്, ഇങ്ങനെ ഏത് നാമധേയം വേണമെങ്കിലും നമുക്ക് ഭഗവാന് വേണ്ടി ഉപയോഗിക്കാം. ഭഗവാൻ എല്ലാറ്റിൽ നിന്നും സർവ ഉത്കൃഷ്ടനാണ് എന്ന് പറയുന്നു. ഈ ജീവസത്തകൾ പരമനിയന്താവായിട്ടുള്ള ഭഗവാനോട് ഗുണസാമ്യം ഉള്ളതാണ്. ഉദാഹരണമായിട്ട് ഭഗവാന് ഭൗതികമായിട്ടുള്ള ഈ പ്രപഞ്ചത്തിലെ സർവകാര്യത്തിലും നിയന്ത്രണമുണ്ട്. എന്നാൽ ഭൗതികമായിട്ടുള്ള ഈ പ്രകൃതി സ്വതന്ത്രയല്ല. അത് പരമപുരുഷനായിട്ടുള്ള ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് ഓരോ നിമിഷത്തിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, മയാ അധ്യക്ഷേണ പ്രകൃതി സൂയതേ സ ചര അചരം എന്നാണ്. ഈ ഭൗതികമായിട്ടുള്ള ഈ പ്രകൃതി എൻ്റെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് അർജുന ഓരോ നിമിഷത്തിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ്. ഈ വിശ്വപ്രകൃതിയിൽ അത്ഭുതകരമായിട്ടുള്ള പല സംഗതികളും കാണുന്ന സമയത്ത് അതിന് പിന്നിലൊരു സ്രഷ്ടാവ് അല്ലെങ്കിൽ ഒരു നിയന്താവ് ഉണ്ട് എന്ന് നാം തിരിച്ചറിയണം. നിയന്ത്രിതമാവാതെ യാതൊന്നും പ്രകടിപ്പിക്കപ്പെടുകയില്ല. ഈ നിയന്താവിനെ അംഗീകരിക്കാത്ത ആളുകളാണ് ഈ കലിയുഗത്തിൽ കൂടുതലും ഉള്ളത്. അതായത് ഈശ്വരൻ ഇല്ല, ഇതൊക്കെ തനിയെ ഉണ്ടായതാണ് എന്ന് പറയുന്നവരാണ് ഈ കലിയുഗത്തിൽ കൂടുതൽ ഉള്ളത് എന്ന് മനസ്സിലാക്കുക. ഇനിയൊരു ഉദാഹരണം പറയാം. ഒരു ചെറിയ കുട്ടിയെ സംബന്ധിച്ച് അതിന് ഒരു മോട്ടോർ വാഹനം അത്ഭുതമാണ്. എന്തെന്നാൽ അതിന് കുതിരയോ മറ്റ് ജന്തുക്കളോ വലിക്കാതെ തന്നെ അത് ഓടും ഈ മോട്ടോർ വാഹനം എന്നാണ് കാരണം. എന്നാൽ ബുദ്ധിയുള്ള മനുഷ്യന് മോട്ടോർ വാഹനത്തിൻ്റെ യാന്ത്രികമായിട്ടുള്ള ഘടനകളുടെ സ്വഭാവം വ്യക്തമായിട്ട് അറിയാം. ഒരു കുട്ടിയേക്കാൾ കൂടുതൽ അറിയാം മുതിർന്ന ഒരാൾക്ക്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത് അത്ഭുതമല്ല. യന്ത്രത്തിൻ്റെ പിന്നിൽ ഒരു മനുഷ്യൻ, അതായത് ഒരു ഡ്രൈവർ അല്ലെങ്കിൽ ഒരു മെക്കാനിക്ക് ഉണ്ട് എന്ന് അയാൾ തിരിച്ചറിയുന്നു, ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ. അപ്രകാരം ചിന്തിക്കുമ്പോൾ പരമപുരുഷനാണ് ഈ പറയുന്ന ഡ്രൈവർ, അതായത് ഈശ്വരൻ, ഈ പ്രകൃതിയുടെ ഡ്രൈവർ എന്നാണ് ഉദ്ദേശിച്ചത്. ആ ഡ്രൈവറിൻ്റെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് ഈ പ്രകൃതി പ്രവർത്തിക്കുന്നത്. പ്രപഞ്ചം ജീവനെ, അതായത് ജീവസത്തകളെ, ഭഗവത്ഗീതയിലെ തുടർന്ന് വരുന്ന അധ്യായങ്ങളിലൊക്കെ നാം കാണാൻ പോകുന്നത് പോലെ ഭഗവാൻ അദ്ദേഹത്തിൻ്റെ വിഭിന്നമായിട്ടുള്ള അംശങ്ങളായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. സ്വർണത്തിൻ്റെ ഒരു ചെറിയ അംശം പോലും സ്വർണമാണ്. സമുദ്രത്തിലെ ജലത്തിൻ്റെ ഒരു ചെറിയ തുള്ളി പോലും ഉപ്പ് രസമുള്ളതാണ്. അതുപോലെ തന്നെ പരമനിയന്താവായിട്ടുള്ള ഈശ്വരൻ്റെ, ശ്രീകൃഷ്ണ ഭഗവാന്റെ അവിഭാജ്യ ഭാഗമാകയാൽ ഈ ജീവസത്തകളായിട്ടുള്ള നമുക്കും പരമപുരുഷൻ്റെ എല്ലാ ഗുണങ്ങളും അതിസൂക്ഷ്മമായിട്ടുള്ള അളവിൽ നമ്മുടെ ശരീരത്തിലും കാണപ്പെടും മനുഷ്യരിൽ. കാരണം നാം അതിസൂക്ഷ്മമായിട്ടുള്ള തലത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ ഈശ്വരന്മാരാണ്. എന്നാൽ ഉയർന്ന തലത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് ഈശ്വരനല്ല. നമ്മൾ മനുഷ്യർ ഇന്ന് പ്രകൃതിയെപ്പോലും നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ബാഹ്യ ആകാശത്തേക്കും അല്ലെങ്കിൽ ആകാശത്തെയും ഗ്രഹങ്ങളെയും നിയന്ത്രിക്കാൻ നമ്മൾ ശ്രമിക്കുന്നു. ഈ നിയന്ത്രിക്കാനുള്ള പ്രവണത നമുക്കുള്ളത്, അത് ഭഗവാനിൽ ഉയർന്ന തലത്തിൽ ഈ പ്രവണത ഉള്ളത് കൊണ്ടാണ് അതുപോലത്തെ ഒരു ചെറിയ രീതിയിലുള്ള പ്രവണത മനുഷ്യരിലും ഉണ്ടാവാൻ കാരണം. അതുകൊണ്ടാണ് നമ്മൾ ഭഗവാന്റെ അംശമാണ്,
ഭഗവാന്റെ ഉയർന്ന ഗുണത്തിലെ അതിൻ്റെ താഴ്ന്ന തലത്തിലുള്ള ചെറിയ ചെറിയ ഗുണങ്ങൾ നമ്മളിലുണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. നമുക്ക് ഭൗതികമായിട്ടുള്ള പ്രകൃതിയെ കീഴ്പ്പെടുത്താനുള്ള പ്രവണത ഉണ്ട് എങ്കിലും നാം പരമനിയന്താവല്ല എന്ന് മനസ്സിലാക്കണം. അത് ഭഗവാൻ മാത്രമാണ് എന്ന് ഗീതയിലൂടെ ഉറപ്പിച്ച് പറയണു.